ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടൻ കൊഴുക്കട്ടയാണ്. 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ശർക്കര അരിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് ഒരു തേങ്ങ ചിരവിയത് ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ഏലക്കായ്, 1/4 സ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചത് ഒന്ന് ചേർക്കാം. ഇങ്ങനെ ഇത് നമ്മൾ ഏലക്കായും ചുക്കും ജീരകവും ഒക്കെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നെയ്യും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പത്തിരി ഇടിയപ്പ പൊടി ചേർക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. നമുക്കിതിന്റെ നടുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടും ജലാംശമൊന്നും പാടില്ല. നന്നായിട്ട് പൊടി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴേ നമ്മളുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഒട്ടും ജലാംശമൊന്നുമില്ല. നന്നായിട്ട് പൊടി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ പൊടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. എത്രയും നന്നായിട്ട് കുഴയ്ക്കുന്നവോ അത്രയും സോഫ്റ്റ് ആവും നമ്മളുടെ കൊഴുക്കട്ട. ഇത് അത്യാവശ്യം ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കാം. ഇനി നമുക്കിത് ഓരോ ബോൾ ഷേപ്പിലേക്ക് ആക്കി അതിന്റെ നടുവിൽ ചെറിയ ഇതുപോലെ നമുക്ക് ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ശർക്കര ഫില്ലിംഗ് ചേർക്കാം. ഇനി നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ശരിക്കും നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ചെയ്തുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടും. അങ്ങനെ എല്ലാ ഉരുളകളും നമുക്ക് കൊഴുക്കട്ട ഷേപ്പിലേക്ക് ആക്കാം. ഇപ്പം എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കൊഴുക്കട്ട അതിലേക്ക് വെച്ചു കൊടുക്കാം. സ്റ്റീമറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവണം. ഇനി നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
നമ്മളുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ നമ്മളുടെ നാടൻ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.